പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ടാണ് വന്നത് BJPയുടെ ശോഭയും കുറഞ്ഞ സമയം കൊണ്ട് പ്രസംഗം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ മുന്നേറി. നല്ലൊരു മത്സരമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഏതായാലും പണ്ട് BJP പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ശോഭ അവിടെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ശോഭ കൂടുതൽ വോട്ട് മേടിച്ചാൽ അതിൻ്റെ ഗുണം ആരിഫുണ്ടാവും. കൂടുതൽ വോട്ട് മേടിച്ചാൽ, കാരണം കുറഞ്ഞ വോട്ടേ മേടിക്കുന്നുള്ളത് അതിൻ്റെ ഗുണം KC വേണുഗോപാലിനുണ്ടാകും. നമസ്കാരം. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. പത്രക്കാരെല്ലാം വളഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആലപ്പുഴയിൽ ആര് ജയിക്കും? അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് നേടിക്കഴിഞ്ഞാൽ ആരിഫ് ജയിക്കും, കുറഞ്ഞ വോട്ട് നേടിക്കഴിഞ്ഞാൽ വേണുഗോപാൽ ജയിക്കും എന്നുള്ളതാണ്. അതിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഈഴവ വോട്ട് കൂടുതൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ആരെയാണ്? വേണുഗോപാലിനെയാണ്. അതിന് കാരണം ഈഴവ മാർക്സിസ്റ്റ് വോട്ടുകൾ ആരിഫിന് കിട്ടും. എന്തായാലും ഈഴവ കോൺഗ്രസ് വോട്ടുകൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ശോഭാ സുരേന്ദ്രന് കിട്ടും. അങ്ങനെ വരുമ്പോൾ വേണുഗോപാൽ തോൽക്കും. 33% ഈഴവ വോട്ടുള്ള ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആര് തോൽക്കും ആര് ജയിക്കും എന്നുള്ളതിനുള്ളൊരു മറുപടിയാണ് അവർ പറഞ്ഞത്. അവർ വെള്ളാപ്പള്ളീൻ്റെ ഭാഷയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പെട്ടിച്ച് എണ്ണി അറിയാതെ എങ്ങനെ വിലയിരുത്താൻ നോക്കുക? ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വെച്ച് ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണ്. ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമുക്ക് ബാഹ്യമായി ആരെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി പറയാനൊക്കുന്ന സ്ഥിതിയാണോ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നടത്തുന്ന മത്സരം ത്രികോണ മത്സരമാണ്. അവിടെ ശക്തമായ മത്സരമാണ്. ഇവിടെ ഇങ്ങനൊരു ശക്തമായ മത്സരം വരുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചത്. പിന്നെ ഓരോ ദിവസം കാണുമ്പോഴാണ് ചന്ദ്രശേഖരനാണെന്ന് അദ്ദേഹം അവസാനമായിട്ട് വന്ന് പറന്നിറങ്ങിയ ആളാണ്. പക്ഷേ അദ്ദേഹം നല്ല കുറഞ്ഞ സമയം കൊണ്ട് അടിച്ചു കയറി. അതിക്ക് മുമ്പേ സ്ഥിരമായി ഇവിടെ അടിച്ചു കയറി നിൽക്കുന്ന ആളാണ് കോൺഗ്രസിൻ്റെത്. അതിനു മുമ്പോട്ട് തന്നെ ഈ നാട്ടുകാർക്ക് ഏറെ പരിചിതനാണ് വന്യൻ. അങ്ങനെ 3 പ്രഗത്ഭന്മാർ നിന്ന് അതിഗംഭീരമായൊരു മത്സരം ആര് ജയിക്കും എന്നറിയാതെ അവർ 3 പേരും അഹമികയായി ഞാൻ മുമ്പേ എന്ന നിലയിൽ ഇവിടെ പ്രവർത്തിച്ചു. ആരോടും ഞാനിവിടെ വന്ന് ചോദിച്ചിട്ടും ആര് ജയിക്കുന്നു പറയാൻ സാധിക്കില്ലാത്ത ഒരു അവസ്ഥയാണെന്നാണ് പറയുക. മറ്റു പല സ്ഥലത്താണെങ്കിൽ പലരും ഏറെക്കുറെയൊക്കെ പറഞ്ഞ ആളുകൾക്കെല്ലാം അറിയാം, പറയുന്നില്ലെന്നേ ഉള്ളൂ. മൊത്തം സീറ്റ് കണക്കാക്കുമ്പോൾ പിന്നെ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് അത്രയും 19 സീറ്റ് അവർ കിട്ടിയതാണ്. അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും വല്ല കുറവ് വന്നേക്കാം. എന്നാലും ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് അവർക്ക് തന്നെയാണ്. ആലപ്പുഴ ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ നല്ല ശക്തമായ മത്സരമാണ്. പാർട്ടിക്ക് കിട്ടിയ ഏക സീറ്റ് അവിടെയായിരുന്നു ആരിഫ്. അവിടെ ഒരു ത്രികോണ മത്സരമാണ് വന്നത്. വേണുഗോപാലും പണ്ടേ തൊട്ട് വേണുഗോപാലിന് ആലപ്പുഴ നല്ല വേരുള്ളൊരു കാൻഡിഡേറ്റാണ്. കുറച്ച് നാൾ പുള്ളിയുടെ വേരുമായിട്ട് ഗംഭീരായിരുന്നു. എന്നാലും കുറേ പേര് ഇവിടെ തന്നെ അവർ സൃഷ്ടിച്ചിട്ട് തന്നെയാണ് പുള്ളി അവിടെ നിലനിന്നത്. അതോടൊപ്പം തന്നെ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ടാണ് വന്നത് BJPയുടെ ശോഭയും കുറഞ്ഞ സമയം കൊണ്ട് പ്രസംഗം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ മുന്നേറി. നല്ലൊരു മത്സരമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഏതായാലും പണ്ട് BJP പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ശോഭ അവിടെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്ന് പറയാൻ സാധിക്കില്ല. SNDPക്കാരല്ലാതെ വേറെ എത്രയോ ആളുകളവിടെ ഉണ്ട്. അവിടെ നായർ സമുദായത്തിലുണ്ട്, ധീവരത്ത് ഒരുപാടുണ്ട്. എല്ലാം SNDP ആണെന്ന് പറയുന്നത് ശരിയല്ല. കോസ്റ്റയാണ് ഇഷ്ടംപോലെ ധീവരുണ്ട്. അവരുടെ വോട്ട് അവർക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈഴവരുടെ പിന്നെ സവർണ വോട്ടുകളില്ലേ, ചിലപ്പോൾ മുസ്ലിം വോട്ടുകൾ കിട്ടുകയില്ലായിരിക്കാം. ക്രിസ്ത്യാനികളെ വോട്ട് ചിലപ്പോൾ അവർ നേടിയെന്ന് വന്നേക്കാം. അപ്പോൾ കുറേ വോട്ട് അവർക്ക് കിട്ടും.
കാരണം ശോഭ കൂടുതൽ വോട്ട് മേടിച്ചാൽ അതിൻ്റെ ഗുണം ആരിഫുണ്ടാവും. കൂടുതൽ വോട്ട് മേടിച്ചാൽ, കാരണം കുറഞ്ഞ വോട്ടേ മേടിക്കുന്നുള്ളത് അതിൻ്റെ ഗുണം വേണു ഉണ്ടാകും, കെ.സി. വേണുഗോപാലിനുണ്ടാകും. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അത്ര നല്ല ടൈറ്റ് ഫൈറ്റാണ് ഇവിടെ.